ഗുഡ്നെസ് ടി വി ചാനലിൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 12-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 12-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. വെളിപാട് ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് 11, 12 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നാം കണ്ടിരുന്നു. 11-ാമത്തെ അധ്യായത്തിൽ ദൈവജനം നൽകേണ്ട സാക്ഷ്യത്തെക്കുറിച്ചാണ് നാം കണ്ടത്. അപ്പം അതിൻ്റെ തുടർച്ച എന്നോണം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവജനത്തിന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനമാണ് നമ്മുടെ പ്രധാന പ്രമേയം. ഈ വെളിപാട് 12-ാം അധ്യായത്തിലുള്ള 2 പ്രധാനപ്പെട്ട പ്രതീകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചായിരുന്നു. ഒന്ന് സ്ത്രീയുടെയും മറ്റൊന്ന് സർപ്പത്തിൻ്റെയും പ്രതീകം. ഈ 2 പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന മനോഹരമായ ആശയങ്ങളിലേക്കാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കടന്നു ചെല്ലുക. 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഒത്തിരിയേറെ പ്രാവശ്യം നമ്മൾ കേൾക്കുകയും വിചിന്തന വിഷയമാക്കുകയും പ്രാർത്ഥന വിഷയമാക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ വചനഭാഗമാണിത്. പലപ്പോഴും 12-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ളതാണ് എന്ന് പലപ്പോഴും പലരുമൊക്കെ പറയാറുണ്ട്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നാം ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നു. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി തുടർന്ന് 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ വേറൊരു അടയാളം കാണപ്പെട്ടു, അത് സർപ്പത്തിൻ്റേതാണ്. അപ്പോൾ നാം ന്യായമായിട്ട് ചോദിക്കും, സ്വർഗത്തിലെങ്ങനെ ഈ ഒരു സർപ്പം വരുന്നത്? ഇവിടെ പരിഭാഷയുടെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ നാം കാണുന്നു. ഇവിടെ സ്വർഗത്തിൽ എന്ന് മലയാളത്തിൽ സാധാരണ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം ഊറാനോസ് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ അർത്ഥമെന്ന് പറയുന്നത് ആകാശം, സ്കൈ എന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഹെവൻസ് എന്നൊക്കെ തർജ്ജമപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ പരിഭാഷയായിട്ട് സ്വർഗം എന്ന് പറയുന്നത്. ആ വെളിപാടിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ നാം കണ്ടിരുന്നു ഇതിലുള്ള പ്രതീകങ്ങളുടെ ഒക്കെ പ്രത്യേകതകൾ. അപ്പോൾ ഇവിടെയുള്ള കോസ്മിക് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്വർഗം, അതിലുപരിയായിട്ട് ആകാശങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആകാശതലം, ഭൗമിക തലം. അപ്പോൾ ഈ 2 തലങ്ങൾ തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള ചില വേർതിരിവുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ സ്വർഗീയ തലം അല്ലെങ്കിൽ ആകാശതലം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അഭൗമികമായ ശക്തിയുടെ തലം എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവം വസിക്കുന്ന ആ സ്വർഗം എന്ന അർത്ഥത്തിൽ നാം ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ സ്വർഗത്തിൽ ഒരു വലിയ ഒരു അടയാളം കണ്ടു എന്ന് പറയുമ്പോൾ ആകാശതലത്തിൽ, സ്വർഗീയ തലത്തിൽ അല്ലെങ്കിൽ അഭൗമിക തലത്തിൽ ഒരു വലിയ അടയാളം കണ്ടു എന്ന് മാത്രമേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഇനി തുടർന്ന് ഇവിടെ പറയുന്നു വലിയ ഒരു അടയാളം കാണപ്പെട്ടു. ഈ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം അടയാളം കണ്ടു, സെമേയോൺ എന്നതാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഇപ്പോൾ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ വെളിപാടിലുള്ളത് അടയാളങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം അപ്പോൾ കണ്ടിരുന്നു.
അപ്പോൾ അടയാളങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായിട്ട് ഉള്ള വിവരണമാണ് ഇവിടെയുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ളതല്ല. അപ്പം അതിൻ്റെയൊക്കെ ആ പ്രതീകാത്മകമായിട്ടുള്ള തലത്തിലേക്ക്, ആത്മീയ തലത്തിലേക്ക് എല്ലാം നാം ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി സെമേയോൺ, അടയാളം എന്ന് പറയുന്ന ഈ പദം, ഈ രണ്ടാമത്തെ ഭാഗത്ത് 12 മുതൽ ഉള്ള ഭാഗത്ത് നമ്മൾ 7 പ്രാവശ്യം കാണുന്നുണ്ട്. ഇപ്പോൾ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, പിന്നെ അതുപോലെ 13, 13, 14 വാക്യങ്ങൾ, 15-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, 16, 14, പിന്നെ 19, 20. ഇപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗത്ത് ഈ സെമേയോൺ എന്നുള്ള പദം, അടയാളം എന്നുള്ള പദം കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അത് അടയാളങ്ങളുടെ പ്രതീകങ്ങളുടെ തലത്തിൽ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ആരാധന സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധന സമൂഹത്തിൻ്റെ കടമ എന്താണ്? അടയാളങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ അടയാളങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ആരാധന സമൂഹം കടപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ഇവിടെ വലിയ ഒരു അടയാളം കാണപ്പെട്ടു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ അടയാളത്തെ ഒന്ന് വിശേഷിപ്പിക്കുന്നു, വലിയൊരു അടയാളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധന സമൂഹം ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത് തുടർന്ന് വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് അവർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ ഉള്ളത്. ഇനി ഇവിടെ അവതരിപ്പിക്കുന്നത് അടയാളം, അതൊരു സ്ത്രീയുടെ അടയാളമാണ്. പിന്നെ സ്ത്രീയെക്കുറിച്ച് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ, സ്ത്രീ സൂര്യൻ്റെ അടയാക്കിയവളാണ്, പിന്നെ തലയിൽ നക്ഷത്രങ്ങളുടെ കിരീടമുണ്ട്, കാൽപാദങ്ങൾക്കടിയിൽ ചന്ദ്രനുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ, നേരെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതീകങ്ങൾ, അടയാളങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അന്നുണ്ടായിരുന്ന ആ പേഗൻ മിത്തോളജിയുടെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയണം. കാരണം ഇവിടെ പറയുന്ന പല കാര്യങ്ങളും അന്നുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ, ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇതിലുള്ള ചിത്രങ്ങൾ അക്കാലങ്ങളിൽ പലർക്കും പരിചിതമായിരുന്നു. ഉദാഹരണത്തിന് ദേവതകളെയെല്ലാം ചിത്രീകരിക്കുമ്പോൾ അവർ വലിയൊരു കിരീടം ധരിച്ചവളായിട്ട് അവർ ചിത്രീകരിച്ചിരുന്നു. അപ്പോൾ സൂര്യ രാശികൾ, സോഡിയാക്ക്, അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പതിച്ചിട്ടുള്ള കിരീടങ്ങളൊക്കെ അവർ ധരിച്ചിരുന്നു. ഇനി ഈ 12 അടയാളങ്ങൾ ധരിച്ച കിരീടങ്ങൾ ധരിച്ചവർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള 1-2 പേരുടെ ചിത്രങ്ങൾ കുറേ കൂടി ഇവിടെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഈ പകലിൻ്റെ ദേവനായ ഹോറസിൻ്റെ അമ്മ ഈസിസ്, അതോടൊപ്പം തന്നെ ടൈഫൻ രാക്ഷസൻ. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഒരു ഇതിഹാസ ചിത്രങ്ങളാണ്. അപ്പോൾ ഈ അമ്മയുടെ പിന്നാലെ ഈ രാക്ഷസൻ വരികയും ഈ സ്ത്രീ ദേവത പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ അതിനെ നശിപ്പിക്കുവാനായിട്ട് ഈ ടൈഫൻ രാക്ഷസൻ ശ്രമിക്കുന്നതും കാണുന്നുണ്ട്. നമുക്ക് അതിന് സമാനമായിട്ടുള്ള ചിത്രങ്ങൾ ഈ 12-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണാം. ഇനി ഈസിസിൻ്റെ ആ ചിത്രീകരണത്തിൽ തന്നെ ഉള്ള ചില കാര്യങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിലും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈസിസ് ദേവത ധരിച്ചിരിക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമാണ്. അതുപോലെ തന്നെ നെറ്റിയിലും മേലങ്കിയിലുമൊക്കെ ചന്ദ്രൻ്റെ ചിത്രങ്ങൾ കാണും. പിന്നെ വസ്ത്രത്തിൽ പലപ്പോഴും നക്ഷത്രങ്ങളുടെ അടയാളങ്ങളും എല്ലാം കാണാം. ചില ചിത്രീകരണങ്ങളിൽ ഈ സ്ത്രീയുടെ പാദത്തിന് കീഴെ ഭൂമിയുടെ ചിത്രവും കാണാം. അപ്പോൾ വെളിപാടിൽ പറഞ്ഞിരിക്കുന്നതിനോട് സമാനമായിട്ടുള്ള ചിത്രം ഇവിടെ കാണുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഉള്ള ആ ചിത്രങ്ങൾ, ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും ബന്ധപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ മറ്റ് ദേവതകളുടെ ചിത്രീകരണത്തിലും ഉണ്ട് എന്ന് നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ആ കാലങ്ങളിലൊക്കെ വളരെ
പരിചിതങ്ങളായിരുന്ന ആർത്തമീസ്, ഡയാന തുടങ്ങിയ ദേവതകളുടെ ചിത്രത്തിലും ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ചിത്രം സൂര്യദേവനായ അപ്പോളോയുടെ അമ്മ ലെറ്റയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സൂര്യദേവനായ അപ്പോളോയുടെ അമ്മ ലെറ്റോയെ ആക്രമിക്കുന്ന പൈത്തൻ സർപ്പം. അപ്പോൾ ഈ സർപ്പവും ഈ സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഉദരത്തിലായിരിക്കുമ്പോഴും അതിനുശേഷം പ്രസവിച്ചു കഴിഞ്ഞും ഈ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നത് ഇതിഹാസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവസാനം അപ്പോളോ, ഈ സ്ത്രീയുടെ ശിശുവായ അപ്പോളോ ഈ ഭീകര സർപ്പത്തെ കൊന്ന് അവിടെയെല്ലാം സമാധാനം സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത് വെളിപാട് ഗ്രന്ഥത്തിലെ ചിത്രീകരണവുമായിട്ട് കുറേയൊക്കെ ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ സമകാലീന ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ അപ്പോളോയുടെ ചിത്രം രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് അഗസ്റ്റസ് സീസർ അപ്പോളോയുടെ അവതാരമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്, അപ്പോളോയുടെ അവതാരം. പിന്നീട് ഈ അപ്പോളോയാണ് മറ്റേ ശിശുവിനെ മറ്റേ ഭീകര സർപ്പത്തെ കൊന്ന് സമാധാനം കൊണ്ടുവന്നത് എന്നതുപോലെ ഈ ചക്രവർത്തിയും റോമൻ സാമ്രാജ്യത്തിൽ സമാധാനം കൊണ്ടുവന്നു എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് നീറോ ചക്രവർത്തിയും ഈ ഒരു അവകാശവാദം ഉന്നയിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തിലെ ഈ വിവരണത്തിന് പശ്ചാത്തലമായിട്ട് ഉള്ള ചില കാര്യങ്ങൾ അത് പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് അന്നത്തെ ആളുകൾക്ക് ഇതിലെ ചിത്രങ്ങൾ പരിചിതമായതുകൊണ്ട് ഇതിലുള്ള ആ പ്രതീകങ്ങൾ അവയുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോഴൊക്കെ കാണുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു. പക്ഷേ യോഹന്നാൻ ഇവയെ എടുക്കുമ്പോൾ, ഈ ചിത്രീകരണത്തിൽ ഈ പ്രതീകങ്ങൾ എടുക്കുമ്പോൾ യോഹന്നാൻ തൻ്റേതായ വിധത്തിൽ കുറച്ചുകൂടി പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ക്രിയാത്മകമായിട്ട് പഴയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് യോഹന്നാൻ ഈ പ്രതീകങ്ങളെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അന്നുണ്ടായിരുന്ന ഇതിഹാസങ്ങളുടെയും ഒക്കെ പഴയ നിയമത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിലുള്ള ചിത്രീകരണത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന വിവരണം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അപ്പോൾ ആദ്യം ആ സ്ത്രീ എന്നുള്ള ആ ഒരു പ്രതീകം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ സ്ത്രീ ആരാണ്? ഈ സ്ത്രീ നമ്മൾ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ സ്ത്രീ ആരാണ് എന്നതിനെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് ഉള്ളത്. ചിലർ പറയും ഈ സ്ത്രീ യഹൂദ സമൂഹത്തെയാണ് അർത്ഥമാക്കുന്നത്. വേറെ ചിലർ പറയും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവജനത്തെ മുഴുവൻ ഈ സ്ത്രീ പ്രതീകവൽക്കരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ചിലർ പറയും ഇത് സഭയുടെ ചിത്രമാണ്. പിന്നെയും ഒരു കൂട്ടർ പറയും ഇത് പരിശുദ്ധ മറിയത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ ഈ സ്ത്രീ എന്ന പ്രതീകത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് സാവധാനം നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ സ്ത്രീ വ്യത്യസ്തങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇനി സ്ത്രീയുടെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അത് കൊണ്ടുചെല്ലണം. ഇപ്പോൾ പഴയ നിയമത്തിൽ സ്ത്രീ എന്നുള്ള പ്രതീകം പലപ്പോഴും ഒരു നഗരവുമായിട്ടോ ജനതയുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിക്കുന്നത്. ബാബിലോൺ, അത് വെളിപാടിൽ തന്നെ ബാബിലോൺ എന്ന സ്ത്രീ, ബാബിലോൺ എന്ന വേശ്യയെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ ഇതുപോലെ ആ ഒരു പ്രതീകം പലപ്പോഴും പല നഗരങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ അതിലുപരിയായിട്ട് ഒരു ജനതയെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു, ദൈവജനത്തെ സൂചിപ്പിക്കുവാനായിട്ട്. ഉദാഹരണത്തിന് യേശയ്യായുടെ പുസ്തകത്തിൽ 26:17, അപ്പോൾ അവിടെ സിയോൺ പുത്രി നിലവിളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സിയോൺ പുത്രി അത് ഇസ്രായേൽ ജനതയുടെ ഒരു പ്രതീകം തന്നെയാണ്. അതുപോലെ തന്നെ ജെറമ്യ 4:31 അതിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ
ദൈവജനത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി വധുവായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം ഹോസിയ 2-ാം അധ്യായം 19 20 വാക്യങ്ങൾ. ഹോസിയ 2:19-20. അപ്പോൾ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. അപ്പോഴിവിടെ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശുദ്ധ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ഉടമ്പടി വധുവായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പഴയ നിയമത്തിൽ പൊതുവെ ഒരു ദൈവജനത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. പിന്നെ അതുപോലെ നമ്മൾ മറ്റ് പ്രതീകങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ദൈവജനത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഉദാഹരണത്തിന് യഹൂദ രചനകളിൽ, അവരുടെ റബീണിക്കൽ റൈറ്റിങ്സ്, അപ്പോൾ അതിൽ പലപ്പോഴുമൊക്കെ ഈ പ്രതീകങ്ങൾ പഴയ നിയമത്തിലെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം അബ്രാഹത്തെ സൂര്യനോടും ഇസ്ഹാക്കിനെ ചന്ദ്രനോടും യാക്കോബിനെ നക്ഷത്രത്തോടുമൊക്കെ ഉപമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. സങ്കീർത്തനം 104:2 സൂര്യനെ ധരിച്ചിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അത് കർത്താവിനെ കുറിച്ചാണ്. 104:2 സൂര്യനെ 104:2 സൂര്യൻ്റെ ഉടയാടയാക്കുന്ന ദൈവം. 2-ാം വാക്യം, വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പ്രകാശം, അണിഞ്ഞിരിക്കുന്ന ആ പ്രകാശം ദൈവത്തിൻ്റെ വസ്ത്രം, അതെന്താണ് അർത്ഥമാക്കുന്നത്? അത് ദൈവത്തിൻ്റെ മഹത്വം എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ പ്രകാശമണിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണത്. അപ്പോൾ ആ പ്രകാശത്തെ ദൈവത്തിൻ്റെ മഹത്വമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാം. അതായത് സൂര്യശോഭ ദൈവമഹത്വത്തിൻ്റെ പ്രതീകമാണ്. ഇനി ഈ പ്രകാശവും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി വേറെയും ചില മനോഹരങ്ങളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വളരെ പ്രശസ്തമായിട്ടുള്ള വാക്യം തന്നെയാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം, ദൈവം പ്രകാശമാണ്. അപ്പോൾ ദൈവം പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശം എന്ന് പറയുന്നത് ദൈവിക മഹത്വത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുക. ഇനി ഇത് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, 8-ാം അധ്യായം 12-ാമത്തെ വാക്യം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അതുപോലെ തന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മുഖം, അവിടുത്തെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് അത് ദൈവിക മേഖലയെ, ദൈവത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. അത് യേശുവിൻ്റെ പ്രതീകം തന്നെയാണ്. ഇനി ഈ ഉടയാടയായിട്ട് ധരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിന് നമുക്ക് പഴയ നിയമത്തിലെ യെശയ്യായുടെ പുസ്തകത്തിൽ 61-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്നെടുക്കാം. യെശയ്യ 61:10. അപ്പോൾ അവിടെ പറയുന്നു, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലിന്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. അപ്പോൾ ഉടയാടയായിട്ട് ധരിപ്പിക്കുന്നു, രക്ഷ ധരിപ്പിക്കുന്നു. ഇനി ഈ ചിത്രം നമുക്ക് സ്ത്രീയിലേക്ക് എടുക്കുമ്പോൾ, ഈ സൂര്യനെ ഉടയാടയാക്കുക എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ദൈവിക
മഹത്വത്തെയാണ് അവൾ ധരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ഉത്തമഗീതത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലും അവിടെ മണവാട്ടി സൂര്യനെപ്പോലെ തേജസ്വിനിയാണ് എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രകാശം എന്നൊക്കെ പറയുന്നത് ദൈവിക മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനെ ഉടയാടയാക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവിക മഹത്വത്താൽ അവൾ അലങ്കൃതയായിരിക്കുന്നു, അതിൽ അവൾ വ്യാപരിക്കുന്നു എന്ന് നാം കാണുന്നു. ഇനി യോഹന്നാൻ്റെ ആ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1-ാമത്തെ ലേഖനത്തിൽ സഭ പ്രകാശത്തിൽ വ്യാപരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഭ പ്രകാശത്തിൽ വ്യാപരിക്കുക എന്ന് പറയുമ്പോൾ എന്തർത്ഥമാക്കുന്നത്? യേശുവിൽ ആയിരിക്കുക, ദൈവിക മഹത്വത്തിൽ ആയിരിക്കുക. അല്ലെങ്കിൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പോൾ ഉടയാടയാക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ മണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുക്കപ്പെട്ടവളാണ് അവൾ. അത് നമ്മൾ വെളിപാടിൽ 21-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രയോഗമാണത്. അല്ലെങ്കിൽ വെളിപാട് 19-ാം അധ്യായത്തിൽ 7 മുതൽ ദൈവകൃപകളാൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവിക മഹത്വത്താൽ ചുറ്റപ്പെട്ടവൾ, അതായത് യേശുവിൽ വ്യാപരിക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കുമ്പോൾ അവൾ എത്തിച്ചേരുന്ന ആ വിശുദ്ധിയുടെ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൽ വ്യാപരിക്കുന്ന, യേശുവിലായിരിക്കുന്ന ആ സഭയുടെ ചിത്രമാണ് സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ഇനി ഇവിടെ ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് ഇവിടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പശ്ചാത്തലമായിട്ട് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. സൂര്യദേവനായ അപ്പോളോയുടെ മാതാവും സ്വർഗീയ റാണിയുമായി റോമക്കാർ റോമദേവതയെ ആരാധിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സഭയാണ് സൂര്യനെ ധരിച്ചിരിക്കുന്ന സ്ത്രീ. അപ്പോൾ ഇനി റോമദേവതയല്ല, സഭ തന്നെയാണ് സൂര്യനെ ധരിച്ചിരിക്കുന്ന സ്ത്രീ എന്നും ഇവിടെ പറയുന്നു. അപ്പോൾ അതും അന്നത്തെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ അന്നത്തെ ആ ഐതിഹ്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, പഴയ നിയമത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സഭയെ അതിന് സ്വർഗീയ മഹത്വത്തിൽ, ദൈവിക മഹത്വത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? ഇത് യുഗാന്ത്യത്തിൽ മഹത്വീകരിക്കപ്പെട്ട സഭയാണ്. അപ്പോൾ സ്വർഗീയ മഹിമയോടെ പ്രത്യക്ഷപ്പെടുന്നവൾ ഇത് ഭൂമിയിലെ സഭയല്ല, യുഗാന്ത്യത്തിൽ മഹത്വീകരിക്കപ്പെട്ട സഭ. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള സഭയുടെ ചിത്രമല്ല ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ഈ സഹനങ്ങളിലൂടെയെല്ലാം കടന്നുപോയി, പീഡകളിലൂടെയെല്ലാം കടന്നുപോയി ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ആ സ്വർഗീയ അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ ആ അവസ്ഥയിലായിരിക്കുന്ന ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ സഭയുടെ ചിത്രമാണ് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്നുള്ള ചിത്രം. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഭൂമിയിലെ സഭയുടെ സ്വർഗീയമായിട്ടുള്ള ചിത്രം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ സഭ എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിലുള്ള ഈ ഒരു പ്രതീകം, ഇപ്പോൾ യോഹന്നാൻ വലിയ ഒരു പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് സഭയുടെ ചിത്രം തന്നെയാണ് പ്രധാനമായിട്ടും. അപ്പോൾ സഭ എത്തിച്ചേരേണ്ട ആ ഒരു അവസ്ഥ അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യേശുവിൽ വ്യാപരിച്ചാൽ, പ്രകാശമാകുന്ന യേശുവിൽ വ്യാപരിക്കുമ്പോൾ ദൈവിക മഹത്വം അവൾ സ്വന്തമാക്കി കഴിയുമ്പോൾ എത്തിച്ചേരുന്ന ആ ഒരു സ്വർഗീയ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇനി തുടർന്ന് പറയുന്നു, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. നമുക്ക് ഈ ഒരു പ്രതീകം കൂടി അതിന് മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങാം. ഇപ്പം എന്താണ് പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്?
ഇപ്പോൾ പാദങ്ങൾക്കടിയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഉദാഹരണമായിട്ട് നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് കാണാം. ഇവിടെ പറയുന്നു, സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. അപ്പോൾ കാൽ കീഴിലെ പാദങ്ങൾക്കടിയിലാക്കി തകർത്ത് കളയും പിശാചിനെ. അപ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അതായത് ഒന്നിനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മേൽ ശക്തി പ്രാപിക്കുക, അതിനെ അധീനപ്പെടുത്തുക എന്നതാണ് അർത്ഥം. അപ്പോൾ ചന്ദ്രനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ ഒരു അലങ്കാരമായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ ചില കാര്യങ്ങൾ അതൊക്കെ അതിനെയൊക്കെ കീഴ്പ്പെടുത്തി അവൾ ഈ സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ചന്ദ്രനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.